ഇനിയിപ്പോൾ നമ്മൾ അതിനേക്കാളും വലിയൊരു ബെയ്റ്റ് ഇടാൻ വേണ്ടി പോവാണ്. ഇതുണ്ടല്ലോ, ഈ ഒരു മീനിന്റെ വായിലോട്ട് നമ്മുടെ കൈ വെച്ച് കൊടുത്തുള്ള അവസ്ഥ എന്താണെന്ന് ആവശ്യക്ക്. ഇറ്റ്സ് ഗുഡ് ഫോർ കോവിഡ്. ഇന്നലെ രാത്രിയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ ജോജിനോയോട് ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് രാവിലെ പറ്റുവാണെങ്കിൽ കാടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകണമെന്ന്. അപ്പോൾ രാവിലെ ഫിഷിങ്ങിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ജോജിനോയുടെ കൂട്ടുകാരനെയും അതുപോലെ തന്നെ കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്ന നമ്മുടെ ടൈസൻ്റെ മോനെയും കൂടെ കൂട്ടിയിട്ട് എന്നെ കാടിൻ്റെ ഉള്ളിലേക്ക് വിട്ടു. അവർ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വഴിയുണ്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ബോട്ട് ഓടിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലെത്തിയപ്പോഴേക്കും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അവർ സ്ഥിരമായിട്ട് ബോട്ട് പാർക്ക് ചെയ്യുന്ന രീതിയിൽ കാടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഓപ്പണിങ് നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ നമ്മുടെ ടൈസണും കൂട്ടുകാരും അവരുടെ ബോട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു ഗ്യാപ്പിലേക്ക് കറക്റ്റ് ഓടിച്ച് കയറ്റിയിട്ട് അവിടെ ബോട്ടിനെ ഡോക്ക് ചെയ്തിട്ടാണ് നമ്മളിനി കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. From the head of the Kobe. Oh, this is from the Kobe's head. Yes. ഇത് ശരിക്കും ഇവിടെയുള്ളൊരു മീനിൻ്റെ തലയിലെ കല്ലാണ് കേട്ടോ. ശരിക്കുമുള്ള സ്റ്റോണാണ്, കോബി എന്ന് പറയുന്ന മീനിൻ്റെ. നമ്മളിനി കാടിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ആളെ തന്നെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ശരിക്കുമുള്ള റിയൽ ആമസോൺ ഫോറസ്റ്റാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഞാനിനി എന്നെ കാണിക്കുന്നില്ല, നമ്മൾ കാടിൻ്റെ അകത്തേക്ക് കയറുവാണ്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ആളുടെ കയ്യിൽ ഒരു വലിയൊരു വടിവാളുണ്ട്. ഓ മൈ ഗോഡ്, ഇവിടെ ഭയങ്കര സൈലൻ്റ് ആണ്, അതായത് ഡെഡ് സൈലൻസ് ആണ് ഇവിടെ. ഓ, ഇറ്റ്സ് എ റോക്ക്. അവിടെ ഇരിക്കട്ടെ. ഇവിടുന്ന് അങ്ങോട്ടൊരു കയറ്റമാണേ. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ കേട്ടോ. അതായത് ഒരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ടില്ല. മരങ്ങളിലേക്ക് വലിപ്പം കണ്ടോ. ഇവിടെ ഫോറസ്റ്റ് അത്രയും തിക്കല്ല. അടിപൊളി. നമുക്കൊരു വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടുന്ന്. ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ വാട്ടർഫോളാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവർ അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കാടിൻ്റെ നടുക്കൂടെ ശരിക്കും സഞ്ചാരികൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഇവർ സ്ഥിരമായിട്ട് വന്ന് ഉണ്ടാക്കിയ ഒരു ചെറിയ നടപ്പാതയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു വഴി കൂടെ മാത്രമേ നമുക്ക് നടക്കാനായിട്ട് അനുവാദമുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഓരോ സഞ്ചാരിയുടെയും പൂർണ്ണ ഉത്തരവാദിത്തം ഈ ഒരു ഗ്രൂപ്പിനായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറ്റിയാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇവർക്കായിരിക്കും. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്ത് സംഭവിക്കാനാണെന്നല്ലേ. ഏകദേശം 25 ലക്ഷം ഇനം ഇൻസെക്റ്റുകൾ മാത്രം ഈ ഒരു കാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അതായത് ഏറ്റവും അപകടകാരികളായിട്ടുള്ള റെഡ് ആൻഡ് മുതൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു കൊതുക് കടിച്ചാൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി പോകും. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും നമ്മൾ വളരെ സൂക്ഷിച്ചാണ് പോകുന്നത്. നമ്മുടെ ടൈസൻ്റെ മകനും കാട്ടിൽ തന്നെയാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു കാടിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ചെരുപ്പ് പോലിടാതെയാണ് ടൈസൺ ഈ ഒരു കാട്ടിൽ കൂടെ പോകുന്നത്. നാഷണൽ ജിയോഗ്രഫിയിലും ഡിസ്കവറിയിലും ആനുവൽ പ്ലാനറ്റിലും മാത്രം കണ്ടിട്ടുള്ള ആമസോൺ കാട്ടിൽ കൂടെയുള്ള ഈ ഒരു യാത്രയിൽ എന്നോട് ഇയാൻ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു. There are not many places like this in this planet. നമ്മൾ നടന്ന് അകത്തേക്ക് കയറുന്തോറും വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കൂടിക്കൂടി വരുവാണ്. നമ്മുടെ അടുത്ത് അവർ കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുമ്പം അവർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, എന്നാൽ പോലും നമ്മൾ നടക്കുന്ന തറയിൽ നോക്കിയേ നടക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം തറയിൽ നോക്കിയാണ് നടക്കുന്നത്. This tree? This plant? It's good for COVID. It's good for COVID? And for malaria. Malaria? Yes. Oh, so it's a herb. Yeah. Can I smell it? You can taste. I can taste? Yeah. I can eat? Yeah. I can eat? Yeah, you can eat it. But it's very bitter, eh? It's very bitter. Yeah. It's good for Skin? yeah, for your skin and your blood. Yes. It kills malaria. If you use it, like if you have malaria, no doctor, Okay. you can use it for a week and finish. It's finished. What's the name of this plant? It's In your language? Taki-taki? Suriname bitter. Saranabita. It's നല്ല like കയ്പാണ്. Suriname bitter. Suriname bitter. Yes. Oh. In English. In English bitter. Yeah. ഓ, നമ്മുടെ ഉണ്ടല്ലോ പാവയ്ക്ക ഒന്നും ഇതിൻ്റെ ഫ്രണ്ടിൽ ഒന്നും അല്ല കേട്ടോ. ആളാണ് എനിക്ക് ഇതിൻ്റെ തൊലിച്ചിരി ചെത്ത തന്നേ ഉള്ളൂ. പക്ഷേ അത് ഭയങ്കര കയ്പാണ്. എനിക്ക് ഇതുവരെ എൻ്റെ വായിന്ന് കയ്പ് അകത്ത് പോയിട്ടില്ല. പക്ഷേ ഇവർ പറഞ്ഞത് മലേറിയയ്ക്കും കോവിഡിനും നല്ലതാണെന്നാണ് പറഞ്ഞത്. നമ്മൾ വീണ്ടും അകത്തോട്ട് പോവാണ് കേട്ടോ. ഓ, കയ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്പ്.
മരത്തിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കിയേ. Bit slippery. So ബിറ്റ് സ്ലിപ്പറി. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് തെന്നുമെന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ഉരുളൻ കല്ലുകളാണേ. ഇത് കണ്ടോ, നമ്മൾ ഇതുവരെ ജീവികളെ ഒന്നും കണ്ടില്ല, പക്ഷേ ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അൺബിലീവബിളി ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ശരിക്കും നല്ല വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആള് കൊണ്ട് നിർത്തിയിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ കൂടെ അകത്തേക്ക് പോവാണ് കേട്ടോ. പാറയ്ക്ക് തെന്നലുണ്ട്, പാറയ്ക്ക് നല്ല തെന്നലുണ്ട്. അപ്പൊ എന്നോട് സൂക്ഷിച്ച് നടക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പിടിക്കാൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മാക്സിമം അതേ പിടിച്ചോണ്ട് നടക്കുന്നത് കേട്ടോ. ഓ, ഇതൊരു ചെറിയൊരു ഗുഹ പോലെയാണ്. അത്യാവശ്യം മഴയൊക്കെ നമുക്ക് കയറി ഇരിക്കാനായിട്ട് പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഡേഞ്ചറസ് ആണ് കേട്ടോ. ഓ മൈ ഗോഡ്, അടിപൊളി സ്ഥലം കേട്ടോ, സൂപ്പർ സ്ഥലമാണ്. ഡ്യൂറിങ് മൺസൂൺ വെൻ ഇറ്റ് ഇസ് റെയിനിങ് ഫുൾ വാട്ടർ ഹിയർ. മഴ പെയ്തെങ്കിൽ ഫുള്ള് വെള്ളമാണ് പറഞ്ഞു ഇവിടെ. നമ്മൾ ഇവിടുന്ന് വീണ്ടും അകത്തോട്ട് പോവാണ്. നോക്കി, അടിപൊളി സ്ഥലം. അവിടുന്ന് അങ്ങോട്ട് ആ വരുന്ന വെള്ളത്തിന് ഭയങ്കര ഒഴുക്കാണ് കേട്ടോ, നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. വാട്ട് ഈസ് it's an apple. It's Apple? Like, yeah. This is from the jungle, but it's very sweet. വെരി സ്വീറ്റ്. Yeah, ദിസ് ഇസ് സ്വീറ്റ്. yeah. അപ്പൊ ഇവര് നമുക്ക് എന്തോ ആപ്പിളാന്ന് പറഞ്ഞത്. എനിക്ക് എന്റെ നമ്മുടെ ജാതിക്കയുടെ ഒക്കെ ഒരു ചെറുതായിട്ടാണ് തോന്നിയത്. You have to eat the inside. ഓ, ഇറ്റ്സ് വെരി സ്വീറ്റ്. ഐ ക്യാൻ ഈറ്റ് ഫുള്ളി the seed. No, yeah, but you gotta spit the seeds out. Yeah. Good. Very delicious. Yeah. ഇന്ന് കുരുവാണ് കേട്ടോ. From this tree. Yeah. അങ്ങനെ ടൈസൻ്റെയും കൂട്ടുകാരുടെയും കൂട്ടത്തിൽ നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, പിരാന എന്ന് പറയുന്ന ഈ ഒരു മീൻ അത്ര അപകടകാരിയാണോ? നമുക്ക് നോക്കിയാലോ. നമ്മളിപ്പോൾ ഈ ഉള്ള റിവറിൽ നിറച്ച് പിരാനയുണ്ട്. പിരാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ റെഡ് ബെല്ലി പിരാനയല്ല, ഒറിജിനൽ പിരാന. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കഥകളിൽ വായിച്ചിട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് പിരാന ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നതും കൊല്ലുന്നതും തിന്നുന്നതും ഒക്കെ. പക്ഷേ അത് റിയൽ ആയിട്ട് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മീനാണോ? നമ്മൾ ഇന്ന് അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ഈ ഒരു പിരാന എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മീനാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അതിന് വേണ്ടത് നമ്മൾക്കൊരു സ്പോട്ട് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഉള്ളത് റിവറിന് നടുക്കാണ്. യൂഷ്വലി ഈ ഒരു പിരാന എന്ന് പറയുന്ന മീൻ റിവറിന് നടുക്ക് കാണത്തില്ല, ഇത് ആഴം കുറഞ്ഞ സ്ഥലങ്ങളിലായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. നമ്മുടെ കൂടുതൽ 2 പേരുണ്ട്, ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തരാം. നമ്മൾ ബോട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇത് ക്യാഷ് പിരാനിയ. ഇനി ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മളിത് എങ്ങനെ ട്രൈ ചെയ്യും അല്ലേ? അപ്പം നമ്മുടെ ബേബീസൺ ആണെങ്കിൽ ഒരു പയ്യെ ഇതുണ്ടല്ലോ, ഒരു മെറ്റൽ വയർ ലീഡർ എടുക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ അല്ലാതെ നമ്മൾ എന്തിട്ടാലും ഇവന്മാർ ഇത് കടിച്ചു പൊട്ടിക്കും. നമുക്ക് ബ്രൈഡഡ് ലൈനോ ഫ്ലൂറോ കാർബണോ ഒന്നും ഇടാൻ വേണ്ടി പറ്റത്തില്ല, ജസ്റ്റ് സ്നാപ്പ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് ആളാണെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ചെറിയ വയർ ലീഡർ, ഒരു മെറ്റൽ ലീഡർ എടുക്കുവാണ്. അതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാനും ഭയങ്കര ക്യൂരിയസ് ആണ് എന്ത് സംഭവിക്കുന്ന അറിയാനായിട്ട്. ഇതാണ് ആളുടെ ടൂൾ ബോക്സ്. ഇത് എപ്പോഴും ഈ വണ്ടിയുടെ പുറകെ കാണും. ഇനിയിപ്പോൾ നമ്മുടെ ചേട്ടനാണെങ്കിൽ ഇതിലൊരു ഹുക്ക് ടൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ചെറിയ ഹുക്കാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഹുക്ക് അതിലേക്ക് കയറ്റിയിട്ട് ഇത് കണ്ടോ, ആളതിലൊരു നോട്ട് ഇട്ടിട്ടുണ്ട്. നോട്ട് ഇട്ടൊന്ന് ടൈ ചെയ്തിട്ട് അതിനൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്യും. ഇത് കണ്ടോണേ. നമ്മളിപ്പോൾ ബോട്ട് ഡോക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പുറകിലൊരു മരമാണ്, അതിൽ നിറച്ച് പൂക്കളാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. അതിൽ ഫുള്ള് ഹമ്മിങ് ബേർഡ്സ് ആണ്,
ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബേബീസൺ ആണെങ്കിൽ നമ്മുടെ ഹുക്ക് നല്ല അടിപൊളിയായിട്ട് ടൈ ചെയ്തിട്ട് അതിൻ്റെ അറ്റത്തൊരു മെറ്റൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒരു രീതിയിലും പൊട്ടിപ്പോകത്തില്ല. ഗുഡ്. ഈ ഒരു സെയിം വയർ ലീഡറാണ് നമ്മൾ പിരായിബാനെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ ആമസോൺ കാട്ടിൽ വന്നിട്ട് ആമസോൺ റിവറിൽ മീൻ പിടിക്കുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ മതി. അതിനുശേഷം നമ്മളിത് ഇവിടെയാണ് ട്രൈ ചെയ്യുന്നത്. ഇത് പുഴയുടെ ഒരു സെൻറ്ററായിട്ട് വരും. ഇത് ഇതുണ്ടല്ലോ, ഇവിടുന്ന് അകത്തേക്ക് ഒരു ക്രീക്കുണ്ട്. ഇത് ക്രീക്കിൻ്റെ പുറകുവശമാണ്. നമ്മൾ ഇവിടെയാണ് ട്രൈ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലീഡർ. ഇതുണ്ടല്ലോ, ഇവിടെ ഒരു സ്യൂലുണ്ട്. ഇതുണ്ടല്ലോ, ഈ ഒരു മെറ്റൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിന് ടൈ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു ഹുക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടിപൊളി. is in Indian. No, it's in Malayalam. Yeah. Malayalam. അടിപൊളി means best. Super. Super. Try again. അടിപൊളി. Atiboli. അടിപൊളി, no doubt. Boli. Atipoli. Atiboli. Atipoli. Atiboli. Yeah. Ask my people to like the channel. Yeah. Atiboli videos are coming, guys. Okay. Okay. ഞാനിവരെ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ബേബീസിനാണെങ്കിൽ ഇതിനകത്ത് വെയിറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ലീഡർ ലൈൻ മാത്രം ഇട്ടിട്ടുണ്ട്. ഓക്കെ ബേബീസൺ, യു ഗോയിങ് ടു കട്ട് ഇറ്റ്? ഓക്കെ, വി ആർ ഗോയിങ് ടു കട്ട് ഇറ്റ് ബിക്കോസ് ബ്ലഡ്. ഇനിയിപ്പോൾ ആൾ ഫിഷിനെ കട്ട് ചെയ്യുവാണ്, കാരണം ബ്ലഡ് ഉണ്ടെങ്കിൽ പിരാന പെട്ടെന്ന് വരും. ഓക്കെ, അപ്പോൾ ആളതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾ മീനിനെ ഹുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ഇത് സിമ്പിളാണ് കേട്ടോ. നമ്മളിതിൽ വെയിറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇത് കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒരു മീനിൻ്റെ ഹെഡാണ് എടുത്തിരിക്കുന്നത്. വെരി നിയർ ടു ദ ബോട്ട്. നോട്ട് ദേ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദൂരേക്ക് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. ദേ, ഓഫ്, ഫസ്റ്റ് ബൈറ്റ്. ഇത് തന്നണേ. നമ്മൾ ഇട്ടിട്ടിപ്പം 1 മിനിറ്റ് പോലും ആയിട്ടില്ല. ഇത് ഫുൾ ബൈറ്റ് ചെയ്യണം. ഇത് തന്നണേ. നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ലൈൻ ഓടിച്ചുകൊണ്ട് പോയതാണ്. നമുക്ക് നോക്കാം കേട്ടോ, വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് ഫുള്ള് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫുള്ള് കൊമള വരുന്നുണ്ട്. ഇപ്പോൾ എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, ബ്ലേഡിന് കട്ട് ചെയ്ത പോലെയാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യാം. ബൈറ്റ് ചെയ്യുന്നുണ്ട്. ഓ, ഇത് കണ്ടോ ഫിനിഷ്. ഒരു ഫുള്ള് ഹെഡ് അവന്മാർ തീർത്ത് കേട്ടോ. വിൽ പുട്ട് ദാറ്റ് അതർ തിങ് ഓൾസോ. നമ്മൾ അടുത്തൊരു പീസ് കൂടി ഇടുവാണ് കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ ഇതിനെ മേളിൽ കൊണ്ടുവരാൻ നോക്കാം. ഇവന്മാർ മേളിൽ വരുമെന്ന് അറിയാം. ഈ ഒരു പ്രാവശ്യം നമ്മളതിനെ മേളിൽ കൊണ്ടുവരാവേ, പറ്റുമോ നോക്കാവേ. നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിലുണ്ടല്ലോ, ഒറ്റ മിനിറ്റ് കൊണ്ട് ഇവന്മാർ ഈ സാധനം തീർക്കും. ഇതിപ്പോൾ നമ്മൾ ചെറിയ ഹൂക്ക് ഇടുവാണെങ്കിൽ ഇവന്മാർ പിടിക്കും കേട്ടോ. മെറ്റൽ ലീഡറാണ് ഇടുന്നതെങ്കിൽ നമുക്ക് ഇവരെ ചൂണ്ട പിടിക്കാനായിട്ട് വരും. പക്ഷേ ഇവിടെ ഒത്തിരി ഉള്ളതുകൊണ്ട് ഇവരാരും പിടിക്കത്തില്ല ഇതിനെ. ഇത് കണ്ടല്ലോ. ഓഹ്, അവൻ പോയി കേട്ടോ. ബിഗ് വൺ. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഓർത്ത് പിടിച്ച് കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും ഇവന്മാർ ബെയ്റ്റ് എങ്ങനെ പിടിക്കുന്നത്. ഇത് കണ്ടല്ലോ. ഇത് കണ്ടല്ലോ, ഇതാണ് സാധനം. ഇത് കണ്ടല്ലോ, ഗ്രിപ്പർ. ആളതിനെ ഗ്രിപ്പറിൽ ഇട്ടിട്ട് കാണിച്ചു തരും. ഇതാണ് സംഭവം കേട്ടോ. ഇവന്മാരാണ് അടിയിൽ നിന്ന് കടിക്കുന്നത്. ഓ മൈ ഗോഡ്, ഇതിൻ്റെ പല്ല് കണ്ടോ. അതാ ഗ്രിപ്പറിനെ കടിക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അതിനേക്കാളും വലിയൊരു ബെയ്റ്റ് ഇടാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇത് ബെയ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു മീനാണ് കേട്ടോ. അപ്പോൾ ഇനി അതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ബ്ലഡ് വീഴുന്നുണ്ട് താഴേക്ക്. ബ്ലഡ് ചെന്നപ്പോൾ തന്നെ ചെറിയവന്മാർ വരുന്നുണ്ട്. ചെറിയവന്മാർ നമ്മൾ നോക്കുന്നില്ല. ഇത് കണ്ടല്ലോ, അവന്മാർ ബൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ടൈമർ വെച്ചു. ഇപ്പം 24 സെക്കൻഡ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു പിരായിബയോ അല്ലെങ്കിൽ റെറ്റൈലോ ഒക്കെ ഒന്ന് പിടിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ അവർ വരത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിരാനയുള്ളിടത്ത് അങ്ങനത്തെ ഒട്ടുമിക്ക മീനുകളും വരാതിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചെറുതായിട്ട് മേലിലോട്ട് കൊണ്ടുവരുവാണ് കേട്ടോ. ഇതുണ്ടോ, അവന്മാർ കടിച്ച് പറിച്ചുകൊണ്ട് പോകുന്ന നോക്കി. വെള്ളത്തിന് മേളിലൊരു വരത്തിൽ ഇതുണ്ടോ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് കണ്ടല്ലോ. നമ്മൾ ഫൈനലായിട്ട് ഒന്നും കൂടി ഇടുവാണ്. താത്തിയും ഇടാൻ വേണ്ടി പോകണം കേട്ടോ. നമുക്ക് നോക്കാവേ. ഞാൻ അതിനെ പിടിച്ചിരിക്കാം മുറുക്കെ. വലിച്ച അവന്മാർ അവിടെ കൊണ്ടുപോയി. ഇവന്മാർ കടിച്ചുകൊണ്ട് ഓടുവാണ് കേട്ടോ. ഒരു ഗ്രൂപ്പായിട്ടേക്ക് വന്നിട്ടേ. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മുടെ കയ്യിലോ കാലിലോ എന്തെങ്കിലും മുറിവുണ്ട്, ബ്ലഡ് ഉണ്ട്, നമ്മൾ ഇതിനകത്ത് ഇറങ്ങുവാണെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ബേബി സൺ, ഇഫ് വി ഹാവ് സം ഞാൻ പിടിക്കണമെന്ന് വിചാരിച്ചല്ല. അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹുക്കപ്പ് ചെയ്യാണ് കേട്ടോ. ഓ, ബിഗ് വൺ. നമ്മുടെ തീർന്നു കേട്ടോ എല്ലാം. 1 മിനിറ്റ് ഏകദേശം എടുത്തേ ഉള്ളൂ. ഇതുണ്ടല്ലോ, വലുതാണ്. ഫസ്റ്റ് ഗ്രിപ്പർ ഇടുമ്പോൾ തന്നെ ഇവർ ഗ്രിപ്പറെ 2 കടി കടിക്കും. ഇതാണ് നമ്മൾ കണ്ടല്ലോ, ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ആള്. ഓക്കെ. ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ പറയുന്നില്ല, ഞാൻ കാണിച്ചു തരുന്നത്. ഇത് കണ്ടോ,
നമ്മളൊരു മിറാൻഡയുടെ ബോട്ടിലാണ് വെച്ചത്. ഇത് കണ്ടോ, ഇതിൻ്റെ സാധനം നമ്മുടെ കൈയായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കി. കാരണം എൻ്റെ പല്ല് വെച്ചിട്ട് പോലും എനിക്കത് ചെയ്യാൻ വേണ്ടി പ്രതികരണം ഉണ്ടോ. ഓ മൈ ഗോഡ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, അപ്പോൾ ആളതിനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മീനിൻ്റെ വായിലോട്ട് നമ്മുടെ കൈ വെച്ച് കൊടുത്തുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിക്കേ. ആൻഡ് ബേബി സൺ, വൺ മോർ തിങ്, ഇഫ് വി ഹാവ് സം blood in our leg or hand, Ela come todinho. it will eat for sure. ഇതിനു മുമ്പത്തെ വീഡിയോയിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്യാറ്റ് ഫിഷിനെ ചൂണ്ടയിട്ട് പിടിക്കുന്നത്. പക്ഷേ അതിനേക്കാളും വലിയ മീനൊക്കെ ഈ പുഴയിൽ കാണുമോ? Yeah.